ഹായ് ഓൾ, വെൽക്കം ടു IC എഞ്ചിനീയറിംഗ് അക്കാഡമി. നമ്മളിന്ന് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ഡ്രൈ ഡെൻസിറ്റി ഓഫ് എ സോയിൽ സാമ്പിൾ ഈസ് 1700 kilogram per meter cube, that of water is 1000 kilogram per meter cube, and specific gravity of the soil sample is 2.55, the void ratio E of the soil sample will be. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് void ratio of the soil sample ആണ്. അപ്പോൾ നമുക്ക് ഡാറ്റ ഗിവൺ ഒന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇഫ് ദ ഡ്രൈ ഡെൻസിറ്റി ഓഫ് ദ സോയിൽ സാമ്പിൾ ആണ്. ഇപ്പോൾ ഗാമ ഡി എന്ന് പറയുന്നത് 1700 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഡ്രൈ ഡെൻസിറ്റി നമ്മൾ ഗാമ ഡി വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രൈ ഡെൻസിറ്റി. പിന്നെ തന്നിട്ടുള്ളത് നമ്മുടെ വാട്ടറിൻ്റെ ഡെൻസിറ്റിയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ഈക്വൽ ടു 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ. പിന്നെ തന്നിട്ടുള്ളത് സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ സോയിൽ സാമ്പിൾ, സ്പെസിഫിക് ഗ്രാവിറ്റി ഈക്വൽ ടു 2.55 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് വോയിഡ് റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഗാമ ഡി ഉണ്ട്, ഗാമ ഡബ്ല്യു ഉണ്ട്, സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഗാമ ഡി ഈക്വൽ ടു ജി ഗാമ ഡബ്ല്യു ബൈ 1+E. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് റിലേഷൻ ആണ്, അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഗാമ ഡി ഈക്വൽ ടു ജി ഗാമ ഡബ്ല്യു ബൈ 1+E. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇ ആണ് നമ്മുടെ വോയിഡ് റേഷ്യോ, ഇ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ 1+E ഈക്വൽ ടു ജി ഗാമ ഡബ്ല്യു ബൈ ഗാമ ഡി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് കൊടുത്താൽ ഇ ഈക്വൽ ടു 1.5 - 1 എന്ന് കിട്ടും. ഓക്കെ. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് 1.5 - 1 E എന്ന് കിട്ടും. അപ്പോൾ ആൻസർ ഇ ഈക്വൽ ടു 0.5 ആണ്. ഓക്കെ. അപ്പോൾ ആൻസർ നമുക്ക് ഇ ഈക്വൽ ടു 0.5 കിട്ടി. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. സോയിൽ ഇൻ ഇറ്റ്സ് കോമ്പാക്റ്റഡ് സ്റ്റേറ്റ് ഹാസ് ദ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഒരു കോമ്പാക്റ്റഡ് ആയിട്ടുള്ളൊരു സോയിലാണ്, അതിൻ്റെ പ്രോപ്പർട്ടീസാണ് തന്നേക്കുന്നത്. പോറോസിറ്റി N 0.375 ആണ്. പിന്നെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ S വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അത് S ഈക്വൽ ടു 0.90 ആണ്. ഓക്കെ. പിന്നെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് തന്നിട്ടുള്ളത് ജി ഈക്വൽ ടു 2.65 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ വാട്ടർ കണ്ടൻറ്റ് ഓഫ് ദ സോയിൽ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. ഇതിൻ്റെ റിലേഷൻ എന്ന് പറഞ്ഞാൽ SC ഈക്വൽ ടു GW. ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബേസിക് ആയിട്ട് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു റിലേഷൻ. അപ്പോൾ S എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. S ഈക്വൽ ടു ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ആണ്. E എന്ന് പറയുന്നത് വോയിഡ് റേഷ്യോ ആണ്. G എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. W എന്ന് പറയുന്നത് വാട്ടർ കണ്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കാറ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ വാട്ടർ കണ്ടൻറ്റ് ഓഫ് ദ സോയിൽ, അതായത് W ആണ്. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയിൽ വോയിഡ് റേഷ്യോ തന്നിട്ടില്ല, അതായത് E നമുക്ക് തന്നിട്ടില്ല. തന്നിട്ടുള്ളത് പോറോസിറ്റി N ആണ്. അപ്പോൾ ആദ്യം നമ്മൾ എങ്ങനെ E കണ്ടുപിടിക്കും എന്ന് നോക്കണം. അപ്പോൾ E കണ്ടുപിടിക്കാൻ റിലേഷൻ E ഈക്വൽ ടു N/1 - N. ഇതാണ് പോറോസിറ്റി തന്നാൽ വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഇ ഈക്വൽ ടു പോറോസിറ്റി 0.375 ആണ്. 0.375 ഡിവൈഡഡ് ബൈ 1 - 0.375. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഇ ഇട്ട് കൊടുത്താൽ ഇ ഈക്വൽ ടു 0.6 എന്ന് നമുക്ക് കിട്ടും. ഇ ഈക്വൽ ടു 0.6. ഓക്കെ. ഇനി നമുക്ക് ഇതിൽ കണ്ടുപിടിക്കേണ്ടതാകെ വാട്ടർ കണ്ടൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലിട്ട് കൊടുത്താൽ വാട്ടർ കണ്ടൻറ്റ് ഈക്വൽ ടു SC ഡിവൈഡ് ബൈ G. അതായത് ഇത് റീഅറേഞ്ച് ചെയ്ത് കൊടുത്താൽ വാട്ടർ കണ്ടൻറ്റ് ഈക്വൽ ടു ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഇൻറ്റു വോയിഡ് റേഷ്യോ ബൈ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് നമുക്ക് ചെയ്താൽ നമുക്ക് വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ വാട്ടർ കണ്ടൻറ്റ് ഈക്വൽ ടു 0.90 S ഈ നമ്മൾ കണ്ടുപിടിച്ചു. 0.60 ആണ്. ഡിവൈഡ് ബൈ സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 2.65 ആണ്. 2.65. അപ്പോൾ നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്താൽ വാട്ടർ കണ്ടൻറ്റ് ഈക്വൽ ടു 0.2
0.2037 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് വാട്ടർ കണ്ടൻറ്റ് പെർസെൻറ്റേജിലാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് ആൻസർ 20.37 എന്ന് കിട്ടും. സോ ഓൾമോസ്റ്റ് ഈക്വൽ ടു 20%. അപ്പോൾ ഇവിടെ നമ്മൾ ആൻസർ വരുന്നതെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് 20%. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടൻറ്റ് നമുക്ക് 20% ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കും. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. ഇൻ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് എഫക്റ്റീവ് ഡയാമീറ്റർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ. അപ്പോൾ ഒരു പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവിൽ എഫക്റ്റീവ് ഡയാമീറ്റർ എന്തുകൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ്. ഇപ്പോൾ D60 ഉണ്ട്, D10 ഉണ്ട്, D90 ഉണ്ട്, D30 ഉണ്ട്. അപ്പോൾ നമ്മൾ എഫക്റ്റീവ് ഡയാമീറ്ററിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് D10നെയാണ് നമ്മൾ എഫക്റ്റീവ് ഡയമീറ്ററിന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എഫക്റ്റീവ് ഡയാമീറ്റർ മാത്രമല്ല എഫക്റ്റീവ് സൈസ്. ഓക്കെ, അപ്പോൾ എഫക്റ്റീവ് സൈസ് ആൻഡ് എഫക്റ്റീവ് ഡയാമീറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ D10നെ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. പിന്നെ ഇത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കുന്നതാണ് ഒന്ന് കോഷ്യൻ്റ് ഓഫ് യൂണിഫോമിറ്റി CU. ഈ CU എന്ന് പറഞ്ഞാൽ നമ്മൾ D60/D10. ഓക്കെ, ഈ ഫോർമുല വെച്ച് നമ്മൾ കണ്ടുപിടിക്കും. ഇതെന്ന് വെച്ചാൽ വെൽ ഗ്രേഡഡ് സോയിലിന് വെൽ ഗ്രേഡഡ് സോയിൽ എന്ന് വെച്ചാൽ ഇത് ഗ്രാവലാണെങ്കിൽ ഇതിൻ്റെ കോഷ്യൻ്റ് ഓഫ് യൂണിഫോമിറ്റി എന്ന് പറഞ്ഞത് CU >4 ആണ്. ഇനി വെൽ ഗ്രേഡഡ് സാൻഡ് ആണെങ്കിൽ കോഷ്യൻ്റ് ഓഫ് യൂണിഫോമിറ്റി എന്ന് പറഞ്ഞാൽ >6 ആണ്. അപ്പം ഇപ്പോൾ D10 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ 10% ഓഫ് പാർട്ടിക്കിൾസ് ആർ ഫൈനർ ദൻ ദിസ് പെർട്ടിക്കുലർ സൈസ്. ഓക്കെ, ഇപ്പോൾ D60 എന്ന് പറഞ്ഞാലോ 60% ഓഫ് ദ പാർട്ടിക്കിൾ ആർ ഫൈനർ ദാൻ ദിസ് സൈസ്. ഇപ്പോൾ ഈ D10ൽ 10% ഓഫ് ദ പാർട്ടിക്കിൾ ഫൈനർ ദാൻ ദിസ് സൈസ് എന്ന് പറയുകയാണെങ്കിൽ ബാക്കി 90% പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഈ D10നെക്കാളും കോഴ്സറായിരിക്കും. മറ്റേത് ഫൈനർ ആണെങ്കിൽ ബാക്കി 90% ഉണ്ട്, അത് കോഴ്സറായിരിക്കും. ഓക്കെ, അപ്പോൾ D10 എന്ന് പറഞ്ഞാലാണ് എഫക്റ്റീവ് ഡയോമീറ്റർ ഓർ എഫക്റ്റീവ് സൈസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. ഡെൻസിറ്റി ഇൻഡെക്സ് ഓഫ് സാൻഡ് സാമ്പിൾ ഈസ് 0.6. ഓക്കെ, അപ്പോൾ ഒരു സാൻഡ് സാമ്പിൾ ഉണ്ട്. ആ സാൻഡ് സാമ്പിളിൻ്റെ ഡെൻസിറ്റി ഇൻഡെക്സ് തന്നിട്ടുണ്ട്, അത് 0.6 ആണ്. അപ്പോൾ നമുക്ക് ഡെൻസിറ്റി ഇൻഡെക്സ് ID എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ഗിവൺ ഡാറ്റ എഴുതി വെക്കാം. ഡെൻസിറ്റി ഇൻഡെക്സ് തന്നിട്ടുണ്ട്. ID എന്ന് പറയുന്നത് ഡെൻസിറ്റി ഇൻഡെക്സ് ID = 0.6 ആണ്. പിന്നെ തന്നിട്ടുണ്ട് നാച്ചുറൽ വോയിഡ് റേഷ്യോ ഓഫ് ദ സാൻഡ് സാമ്പിൾ. ആ പർട്ടിക്കുലർ സാൻഡ് സാമ്പിളിൻ്റെ നാച്ചുറൽ വോയിഡ് റേഷ്യോനെ നമ്മൾ E എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യും. അതെന്ന് പറയുന്നത് 0.5 ആണ്. ഓക്കെ, 0.5. പിന്നെ തന്നിട്ടുള്ളത് ഇഫ് വോയിഡ് റേഷ്യോ ഇൻ ദ ലൂസസ്റ്റ് സ്റ്റേറ്റ്. വോയിഡ് റേഷ്യോൻ്റെ ലൂസസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അത് ലെസ് ഡെൻസ് ആയിരിക്കും. അപ്പോൾ ലൂസസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് മോർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ E max, അതായത് ലൂസസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ മാക്സിമം വേർഡ്സ് ആയിരിക്കും. E max അതിന് നമ്മൾ അതുകൊണ്ട് E max എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ലൂസസ്റ്റ് സ്റ്റേറ്റിലെ E max എന്ന് പറയുന്നത് 0.90 ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വോയിഡ് റേഷ്യോ ഇൻ ദ ഡെൻസസ്റ്റ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഡെൻസസ്റ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവിടെ ഡെൻസായിട്ട് ഇരിക്കണമുണ്ട്, അതിൻ്റെ വേർഡ്സ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളതിന് E minimum എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് E minimum ആണ്. അപ്പോൾ ഇതിൻ്റെ ഫോർമുല നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. ID = E max minus E divided by E max minus E minimum. ഓക്കെ, അപ്പോൾ നമുക്ക് E minimum ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് വാല്യൂ കിട്ടേണ്ടതാണ്. അപ്പോൾ ID ഉണ്ട് 0.60 ആണ്. E max എന്ന് പറഞ്ഞാൽ 0.90 ആണ്. E നമുക്ക് കിട്ടിയിട്ടുണ്ട് 0.50 ആണ്. പിന്നെയും E max ആണ്, അതെന്ന് പറഞ്ഞത് 0.90 ആണ്. പിന്നെ E minimum ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് കൊടുത്താൽ 0.90 minus E minimum equal to 0.90 minus
0.50 ഡിവൈഡ് ബൈ ID, അതായത് 0.60. ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് സോൾവ് ചെയ്താൽ നമുക്ക് ഈ മിനിമം, അതായത് വോയിഡ് റേഷ്യോ ഇൻ ദ ഡെൻസസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 0.233, അതായത് 23.3% എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ മിനിമം എന്ന് പറഞ്ഞാൽ 0.23, ഓപ്ഷൻ ഡി ആണ്. അതായത് വോയിഡ് റേഷ്യോ ഇൻ ദ ഡെൻസസ്റ്റ് സ്റ്റേറ്റ്, ഈ മിനിമം എന്ന് പറയുന്നത് നമുക്ക് 0.233, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. എ കോൺസ്റ്റൻറ്റ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ്. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ് അവിടെ ചെയ്തിട്ടുണ്ട്. അത് ടെസ്റ്റ് വാസ് റൺ ഓൺ സാൻഡ് സാമ്പിൾ. ഒരു സാൻഡ് സാമ്പിളിലാണ് കോൺസ്റ്റൻറ്റ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഈ കോൺസ്റ്റൻറ്റ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ പെർമിയബിലിറ്റി കണ്ടുപിടിക്കാൻ തന്നെയാണ് ഒരു സോയിലിൻ്റെ. അതായത് കോഴ്സ് ഗ്രൈൻഡ് സോയിൽ, സാൻഡോ ഗ്രേവലിനോ പെർമിയബിലിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് കോൺസ്റ്റൻറ്റ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ്, അറിഞ്ഞിരിക്കുക. അപ്പം ഓക്കെ, അത് ഗ്രാനുലർ സോയിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതൊരു സാൻഡ് സാമ്പിളാണ്. ഇവിടുത്തെ ലെങ്ത് തന്നിട്ടുണ്ട് 16 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം, തന്ന ഡാറ്റാസ് ഒന്ന് എഴുതി വെക്കാം. ലെങ്ത് എന്ന് പറയുന്നത് 16 സെൻറ്റിമീറ്റർ ആണ്. ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അല്ല, സെൻറ്റിമീറ്ററിൻ്റെ ടേംസിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് പോറോസിറ്റി ആണ്. പോറോസിറ്റി തന്നിട്ടുണ്ട്. പോറോസിറ്റി ഈക്വൽ ടു നമ്മൾ എന്നെ വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുക. പോറോസിറ്റി ഈക്വൽ ടു 40% ആണ്. കോൺസ്റ്റൻറ്റ് ഹെഡ്, അണ്ടർ എ കോൺസ്റ്റൻറ്റ് ഹെഡ്, അത് നമ്മൾ H വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുക. H ഈക്വൽ ടു ഇത് N ആണ്, ഇത് H ആണ്. H ഈക്വൽ ടു 30 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഡിസ്ചാർജ് തന്നിട്ടുള്ളത് 45 സെൻറ്റിമീറ്റർ ക്യൂബ് ഇൻ 18 സെക്കൻഡ് ആണ്. അപ്പോൾ ടൈം എന്ന് പറയുന്നത് 18 സെക്കൻഡ് ആണ്. ഡിസ്ചാർജ് എന്ന് പറയുന്നത് 45 സെൻറ്റിമീറ്റർ ക്യൂബ് ഇൻ 18 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സീപ്പേജ് വെലോസിറ്റി ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. സീപ്പേജ് വെലോസിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ യൂണിറ്റാണ് സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് സീപ്പേജ് വെലോസിറ്റിയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് പെർമിയബിലിറ്റി ആണ്. കോൺസ്റ്റൻറ്റ് പെർമിയബിലിറ്റിയിലെ പെർമിയബിലിറ്റി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പെർമിയബിലിറ്റീൻ്റെ ഫോർമുല നമ്മൾ പെർമിയബിലിറ്റീനെ K വെച്ച് ഡിനോട്ട് ചെയ്യും. പെർമിയബിലിറ്റി ഈക്വൽ ടു QL/AHT ആണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോർമുലയാണ്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഫോർമുലയാണ്. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ K നമ്മൾ ആദ്യം കണ്ടുപിടിക്കും. K ഈക്വൽ ടു Q എന്ന് പറയുന്നത് നമ്മൾ 45 ആണ്. ലെങ്ത്ത് എന്ന് പറയുന്നത് 16 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ ഏരിയ എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. പിന്നെ ടൈം നമുക്ക് 18 ഉണ്ട്. പിന്നെ ഹെഡ് എന്ന് പറഞ്ഞ ഒരു 30 കൂടി ഉണ്ട്. 30 സെൻറ്റിമീറ്റർ കിട്ടും. അപ്പോൾ നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് പെർമിയബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 2.22 ഇൻറ്റു 10⁻⁻² സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഇത് നമ്മൾ പെർമിയബിലിറ്റി ആണ് കണ്ടുപിടിച്ചത്. കഴിഞ്ഞോ? ഇല്ല, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സീപ്പേജ് വെലോസിറ്റി ആണ്. അപ്പോൾ സീപ്പേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിസ്ചാർജ് വെലോസിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ ഡിസ്ചാർജ് വെലോസിറ്റീനെ നമ്മൾ VD എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഡിസ്ചാർജ് വെലോസിറ്റി VD കണ്ടുപിടിക്കാൻ VD ഈക്വൽ ടു K ഇൻറ്റു I ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ്. ഇപ്പോൾ നമുക്ക് I അറിയില്ല അല്ലേ? I കണ്ടുപിടിക്കാൻ ഫോർമുലയുണ്ട്. I ഈക്വൽ ടു H/L ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡാറ്റയും നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ VD ഈക്വൽ ടു KI, അതായത് KI ഈക്വൽ ടു H/L. ഓക്കെ, K ഈക്വൽ ടു H/L. അപ്പോൾ VD ഈക്വൽ ടു K നമുക്ക് കിട്ടിയിട്ടുണ്ട് 2.22 ഇൻറ്റു 10⁻² ആണ്. ഇൻറ്റു H എന്ന് പറഞ്ഞാൽ 30 തന്നിട്ടുണ്ട്. ലെങ്ത്ത് 30, ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 16 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്ത് കൊടുത്താൽ VD ഈക്വൽ ടു 4.17 ഇൻറ്റു 10⁻² സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇത് 4.17 ഇൻറ്റു 10⁻² സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇത് കഴിഞ്ഞു? ഇല്ല, ആദ്യം നമ്മൾ പെർമിയബിലിറ്റി കണ്ടുപിടിച്ചു. പെർമിയബിലിറ്റി വെച്ചിട്ട് നമ്മൾ ഡിസ്ചാർജ് വെലോസിറ്റി VD കണ്ടുപിടിച്ചു. നമുക്ക് ഫൈനലായിട്ട് കണ്ടുപിടിക്കാനുള്ള സാധനം സീപ്പേജ് വെലോസിറ്റി ആണ്. അപ്പോൾ നമ്മൾ സീപ്പേജ് വെലോസിറ്റീനെ VS വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. അപ്പം ഫോർമുല ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. VS ഈക്വൽ ടു VD/N, അതായത് സീപ്പേജ് വെലോസിറ്റി ഈക്വൽ ടു ഡിസ്ചാർജ് വെലോസിറ്റി ബൈ പോറോസിറ്റി. അപ്പോൾ ഈ ഡാറ്റാസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ
VS ഈക്വൽ ടു 4. ഇപ്പോൾ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. 4.17 ഇൻറ്റു 10⁻²ആണ്. പിന്നെ നമുക്ക് പോറോസിറ്റി തന്നിട്ടുണ്ട് 40% ആണ്, 0.40. ഇത് നമുക്ക് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സീപ്പേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 10.42 ഇൻറ്റു 10⁻² cm/s ആണ്. അതായത് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള സീപ്പേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്, 10.42 ഇൻറ്റു 10⁻² cm/s. താങ്ക് യു.